വെറും 373 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഒരൊറ്റ റീലും കൊണ്ട് കിട്ടിയത് 6000+ ഫോളോവേഴ്സാണ്, അതും ഒരൊറ്റ ദിവസത്തിൽ. ഇത് ഞാൻ ആ റീല് ബൂസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫേക്ക് ഫോളോവേഴ്സിനോ കേട്ടിട്ടല്ല. പിന്നെങ്ങനെ? അതിനൊരൊറ്റ കാരണമുള്ളൂ, കണ്ടന്റ് ക്വാളിറ്റി. വെൽക്കം ടു എപ്പിസോഡ് 3 ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസ് ത്രൂ റീൽസ്. എൻ്റെ കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ട്രെൻഡിങ് ടോപ്പിക്കിനെ കുറിച്ചായിരുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈസ് ട്രെൻഡിങ് നൗ. രണ്ടാമത്തെ അതിൻ്റെ ഹുക്ക്, അതിൻ്റെ തുടക്കം കാണുന്ന ആൾക്കാരെ ബാക്കിയും കൂടി കാണാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഹുക്കായിരുന്നു അത്. മൂന്നാമത്തെ ജെനുവിൻ പ്രസൻറ്റേഷൻ, ഒട്ടും ആർട്ടിഫിഷ്യാലിറ്റി തോന്നിക്കാത്ത രീതിയിൽ ഞാൻ എങ്ങനെയാണോ ആളുകളോട് വേണ്ടത് ആ ഒരു രീതിയിലായിരുന്നു എൻ്റെ പ്രസൻറ്റേഷൻ. നാലാമത്തെ ദ കണ്ടന്റ് വാസ് പ്രോമിസിങ്. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കും എന്നൊരു പ്രോമിസ് ആ ഒരു വീഡിയോയിലുണ്ടായിരുന്നു. ഈ ഒരു പോയിന്റിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് വന്നിട്ടുണ്ടാവുക. ആൻഡ് ദ ഫൈനൽ വൺ ഈസ് CTA, കോൾ ടു ആക്ഷൻ. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നെ ഒന്ന് ഫോളോ ചെയ്യാൻ. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട്, അതായത് ട്രെൻഡിങ് ടോപ്പിക്കായിരുന്നു, ജെനുവിൻ കണ്ടന്റ് ആയിരുന്നു, പ്രോമിസിങ് കണ്ടന്റ് ആയിരുന്നു, അതേപോലെ തന്നെ ഹുക്ക് അടിപൊളിയായിരുന്നു, CTA. ഈ കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് ഇത്രയും ഫോളോവേഴ്സ് ആ ഒരു വീഡിയോയിൽ നിന്നും കിട്ടിയത്. നിങ്ങൾക്ക് ഇതേപോലെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ സ്കില്ലോ നോളജോ ഉണ്ടെങ്കിൽ ആ ഒരു ഫീൽഡിൽ നിങ്ങളുടേതായ സ്ഥാനം കണ്ടെത്താൻ പറ്റുന്ന ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് കോണ്ടന്റ് ക്രിയേഷനാണ്. അതിന് ഹൈ പ്രൊഫഷണൽ ക്യാമറാസോ അല്ലെങ്കിൽ ഹൈ സെറ്റപ്പോ ഒന്നും വേണ്ട. നിങ്ങളുടെ കണ്ടന്റ് എൻഗേജിങ് ആയിരിക്കണം, ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നതായിരിക്കണം, വാല്യുബിൾ ആയിരിക്കണം, അത്രയേ ഉള്ളൂ. എനിക്ക് പറ്റി, സോ നിങ്ങൾക്കും പറ്റും. ഓക്കെ, ഇതൊരു എപ്പിസോഡാക്കി പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു? ഉണ്ട്. കോണ്ടന്റ് ക്രിയേഷൻ ഈസ് എ പാർട്ട് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബൈ ഫ്രം ഡിസോൾവ്.